ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടിലാണ് കേട്ടോ. ഗീതവും ഗോവിന്ദും ചേർന്നിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. പെട്ടെന്ന് തന്നെ ഗീതു അവർണികയെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവർണിക കിഷോറിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാനും കണ്ണേട്ടനും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന നാടകം വർക്കൗട്ട് ആവില്ല, അതുകൊണ്ട് അത് തടയണം എന്ന് പറഞ്ഞിട്ട് അവർണികയെ വിളിക്കുകയാണ് കേട്ടോ ഗീതു. പക്ഷെ അവർണിക ഫോണൊന്നും എടുക്കുന്നില്ല, പകരം തോക്കാണ് കേട്ടോ എടുക്കുന്നത്. തുടർന്ന് അവർണിക കിച്ചുവിന് ഫോൺ ചെയ്യണേ. ഹലോ കിച്ചു, എത്താറായോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ തോക്ക് എടുത്തിട്ട് അവർണിക പറയുന്നുണ്ട്, കിഷോറെ, നീ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി ഒരു ബുള്ളറ്റ് നിനക്ക്. തൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് ഒരു ബുള്ളറ്റ്, എനിക്ക് ഒന്നും അറിയാത്ത ആ കുരുന്ന് ജീവനെ കൂടി കൊല്ലേണ്ടി വരുമല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഒരു കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർണിക പറയുന്നുണ്ട്, മരണം ഏറ്റുവാങ്ങാൻ അവൻ വന്നു എന്ന് പറഞ്ഞിട്ട് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നത് മറ്റാരുമല്ല, അവർണികയുടെ ഡാഡിയാണ്. അവർണികയുടെ കയ്യിൽ അപ്പോഴും തോക്കുണ്ട് കേട്ടോ, ബാക്കിലേക്ക് പിടിച്ചിരിക്കുകയാണ്. ഡാഡിയെ കണ്ടതും അവർണിക ഷോക്കായി. അപ്പോൾ ഡാഡി ഡ്രൈവറോട് കൊണ്ടുവന്ന സാധനം എടുത്ത് വരാന്തയിൽ വെച്ചോളൂ എന്ന് പറയണേ. അത് കാണുമ്പോൾ അവർണികയ്ക്ക് സങ്കടം വരും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എൻ്റെ വക സമ്മാനമാണെന്ന് പറയാം കേട്ടോ ഡാഡി. നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അമ്പിളിമാമനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ കുഞ്ഞങ്ങ് തട്ടിക്കളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡാഡി അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഡാഡിയേയും കൂട്ടി അവർണിക ഉള്ളിലേക്ക് പോവാണ്. ജീവിതം കുറേ കാലമായിട്ട് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയത് എന്ന് പറയുമ്പോൾ അവർണിക ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഇപ്പോഴാണ് പോയത്, അത് ഞാൻ എങ്ങനെ ഡാഡിയോട് പറയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കണേ. അപ്പോൾ വാ നീ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവർണികയോട് ഇരിക്കാൻ പറയുന്നുണ്ട് ഡാഡി. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ബാംഗ്ലൂരിലെ വില്ല നമുക്ക് നഷ്ടമായി, അതുകൊണ്ട് എന്നെ കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ നമ്മുടെ കുഞ്ഞിനെയും നോക്കി കളിപ്പിച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർണികയോട് പറയുമ്പോൾ അവർണിക കരയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ചത്. എനിക്ക് മോളെ നിന്റെ സന്തോഷമാണ് വലുത്. നീ നിന്റെ ഭർത്താവുമായി സന്തോഷിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർണികയ്ക്ക് അങ്ങ് സങ്കടമാവാണ് കേട്ടോ. അപ്പോൾ തന്നെ ആ തോക്ക് കയ്യിൽ നിന്ന് വീഴും. അപ്പോൾ ഡാഡി ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തിനാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് കൈ പിടിക്കണേ. അത് ഞാൻ വെറുതെ പൊടി തട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഡാഡി എന്ന് പറയുമ്പോൾ നീ വാ ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഡാഡി പറയണേ. ഇനി ഞാനൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ ബാംഗ്ലൂരിലുള്ള വില്ല നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കും കൂടി ഇവിടെ ഒരു അഭയം തരണം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർണികയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടമാവാണേ. ഇനി ഞാൻ മറ്റുള്ള ഗ്രാൻഡ്പമാർ ചെയ്യുന്നത് പോലെ നമ്മുടെ കുഞ്ഞിനൊപ്പം കളിച്ച് ഇവിടെ തന്നെ കഴിയാം. അപ്പോൾ അവർണിക സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചാണ്. കിച്ചുവിന് വേണ്ടി ഞാൻ ഒരുപാട് വാശി പിടിച്ചു. അന്ന് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ഞാൻ സ്വർണമാണെന്ന് കരുതിയവൻ വെറും ചെമ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവനെ ഉപേക്ഷിക്കണമായിരുന്നു. അന്നേ അത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ അഭയാർത്ഥിയായിട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. എൻ്റെ ബിസിനസ് ഒന്നും നഷ്ടപ്പെട്ടത് എനിക്ക് വിഷമമില്ല എന്ന് പറയാൻ കേട്ടോ അച്ഛൻ. നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവരുടെ കൂടെ തന്നെയാണ് നീ ഇപ്പോൾ ഉള്ളത്. ഗീതാഞ്ജലിയും ഗോവിന്ദും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ കേട്ടോ ഡാഡി. അതെനിക്കറിയാം ഡാഡി. ഞാനും ഇനി മുതൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണെന്ന് പറയാൻ കേട്ടോ അവർണിക. ആ സമയം കിച്ചു അങ്ങോട്ടേക്ക് വരികയാണ്. ഡാഡിയുടെ കാറ് കാണുമ്പോൾ തന്നെ കിച്ചു ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അവർണിക വല്ലതും ഡാഡിയോട് പറഞ്ഞു കാണുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവർണികയും ഡാഡി ഇരിക്കുന്നതാണ് കേട്ടോ കാണുക. കൂടെ ആ തോക്കും ഉണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ ഇത് അവർണിക എന്തോ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ ഇപ്പോൾ കൊല്ലും എന്നുള്ള ഭാവത്തിൽ കിഷോർ ചെന്നിട്ട് അയാളുടെ കാല് പിടിക്കുകയാണ് കേട്ടോ. ഡാഡി എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡാഡി പറയുന്നുണ്ട്, നിനക്ക് എന്നും എൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ കിഷോർ ഇങ്ങനെ ഞെട്ടാട്ടോ. അപ്പോൾ അവർണിക ഒന്നും പറഞ്ഞില്ലേ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഡാഡി അവനെ എണീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ക്ഷമ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർണിക പറയുന്നുണ്ട്, ഡാഡിയുടെ ബിസിനസ് മുഴുവൻ നശിപ്പിച്ചിട്ട് ഒരു അഭയാർത്ഥിയാക്കിയതിന് ക്ഷമ ചോദിക്കലായിരിക്കും ഇത് എന്ന് പറയുമ്പോൾ അതെ അതാണ് സോറി എന്ന് പറയാം കേട്ടോ കിഷോർ. ഇനി 0 നിന്ന് എനിക്ക് തുടങ്ങണം, എൻ്റെ വലതും ഇടതുമായിട്ട് നിങ്ങൾ രണ്ടും വേണം എന്ന് പറയുമ്പോൾ കിഷോർ പറയാം കേട്ടോ, ഓ ഷുവർ ഡാഡി, നമ്മളിത് പൊളിക്കും എന്ന് പറയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.